ഹലോ, കുറേ കാലമായിട്ട് എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ഒരു ഡേ ഇൻ മൈ ലൈഫ് ചോദിക്കുന്നുണ്ട്. എന്നാൽ പിന്നെ അങ്ങനെ ഒരു വ്ളോഗ് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ 6 മാസത്തെ ഇടവേള കഴിഞ്ഞ് ഞാൻ വീണ്ടും തിരിച്ചു ദുബായി എത്തിയിട്ട് ഇന്നാണൊന്ന് പുറത്തേക്ക് ഇറങ്ങുന്നത്. ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ ഇവിടുത്തെ ചൂടിനെ പറ്റി ഞാൻ പ്രത്യേകിച്ച് പറയണ്ടല്ലോ. പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ഷവായി ആയി പോവും. അതുകൊണ്ട് തന്നെ ഞങ്ങൾ നേരെ പോയത് ദുബായ് ഫെസ്റ്റിവൽ സിറ്റി മോളിലേക്കാണ്. ഇവിടെ തന്നെ വരാൻ വേറൊരു റീസൺ കൂടിയുണ്ട്. ദുബായിൽ ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ളൊരു ഡിസേർട്ട് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വന്നത്. അതിനു മുന്നേ ഇന്നത്തെ എൻ്റെ കോസ്റ്റ്യൂം ഇന്ത്യയിൽ നിന്ന് വന്നല്ലേ ഉള്ളൂ, എന്നാൽ പിന്നെ ഒരു ഇന്ത്യൻ അറ്റയറിൽ തന്നെ പോവാന്ന് വിചാരിച്ചു. പിന്നെ ഈ കമ്മലൊക്കെ ഇട്ടിട്ട് കുറേ കാലമായിരുന്നേ, ഇതൊക്കെ ഇങ്ങനെ വെച്ചിട്ട് എന്തിനാ, എന്നാൽ പിന്നെ ഒരുങ്ങി ഇറങ്ങിക്കളയാന്ന് വിചാരിച്ചു. അപ്പോൾ പറഞ്ഞു വന്നത് ഡെസേർട്ടിൻ്റെ കാര്യം. ഇൻസ്റ്റഗ്രാമിൽ ഒരു റീല് കണ്ടിട്ടാണ് നമ്മൾ ഈ മോളിലേക്ക് വന്നത്. വീക്കെൻഡ്സ് എവിടെ പോകണമെന്ന് ഇപ്പം തീരുമാനിക്കുന്നത് ഇൻസ്റ്റഗ്രാം റീൽസ് ആണ്. അങ്ങനെ ആ കാണുന്ന റെസ്റ്റോറൻറ്റിലേക്ക് പോകാന്നുള്ള തീരുമാനത്തിലാണ് ഞങ്ങൾ ഈ പോയത്. പക്ഷേ പണി ചെറുതായിട്ടൊന്ന് പാളി. വീണ്ടും റീലെടുത്ത് നോക്കിയപ്പോഴാണ് വന്ന ലൊക്കേഷൻ മാറിപ്പോയി എന്ന് നമുക്ക് മനസ്സിലായത്. എന്തായാലും വന്നു, ഇനിയിപ്പോൾ തിരിച്ചു പോകാനും പറ്റില്ല, എന്നാൽ പിന്നെ ഇവിടെയുള്ള ഫുഡ് സ്പോട്ട്സ് കവർ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇപ്പം ഞങ്ങൾ നിൽക്കുന്നത് ലെറ്റോ കഫേയുടെ ഫ്രണ്ടിലാണ്. ലെറ്റോ കഫേനെ പറ്റി പ്രത്യേകിച്ച് പറയണ്ടല്ലോ. ഒരു കാലത്ത് ഇൻസ്റ്റഗ്രാമിൽ ട്രെൻഡിങ് ആയിരുന്ന ആലിയ ഭട്ടിൻ്റെ ഫേവറേറ്റ് മിൽക്ക് കേക്ക് കിട്ടുന്ന കഫേയാണിത്. എന്നാൽ പിന്നെ അതൊന്ന് ട്രൈ ചെയ്ത് കളയാമെന്ന് വിചാരിച്ചു. ട്രെൻഡിങ് ആയ സമയത്തോ ട്രൈ ചെയ്തില്ല. ഇപ്പോൾ വന്ന് പെട്ട സ്ഥിതിക്ക് ഇത് കഴിച്ചിട്ട് അടുത്ത പരിപാടിയിലേക്ക് കടക്കാമെന്ന് വിചാരിച്ചു. ഈ കഫേയുടെ ആംബിയൻസ് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. നല്ല ലൈറ്റിങ്ങും നല്ല പച്ചപ്പും. ഈ വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആ ഒരു ഡിഫറൻസ് ചിലപ്പോൾ മനസ്സിലാവുന്നുണ്ടാവും. നല്ലൊരു പ്ലേസ് ആയിരുന്നു. പിന്നെ മിൽക്ക് കേക്കിനെ പറ്റി പ്രത്യേകിച്ച് പറയണ്ടല്ലോ, നല്ല അടിപൊളി കേക്കായിരുന്നു. ഒരുപക്ഷെ ഈ ട്രെൻഡ് ലാസ്റ്റ് ഫോളോ ചെയ്യുന്നത് ഞാനായിരിക്കും. എല്ലാവരും ഈ സമയം കൊണ്ട് കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പം നമുക്ക് എന്തായാലും ഇവിടുന്ന് നേരെ ഇനി ഐക്കയിലേക്ക് പോവാം. ഐക്കയിൽ പോയിട്ട് പ്രത്യേകിച്ച് ആവശ്യമൊന്നുമില്ല. പക്ഷേ ഐക്യ കണ്ടു കഴിഞ്ഞാൽ ഒന്ന് കയറി ഇറങ്ങിയില്ലെങ്കിൽ മനസ്സിനൊരു സമാധാനം കിട്ടില്ല. ചിലപ്പോൾ എന്തെങ്കിലും അല്ലറ ചില്ലറ ഐറ്റംസ് ഇവിടുന്ന് കിട്ടിയാലോ. അതിനിടയ്ക്കതേ ഒരാളവിടെ സീരിയസ് ആയിട്ട് എന്തോ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ക്യാമറ കണ്ട വലിയ റിയാക്ഷൻ ഒന്നും പ്രതീക്ഷിക്കേണ്ട. ആൾക്ക് വീഡിയോയിൽ വരാൻ വലിയ ഇഷ്ടമൊന്നുമല്ല. അപ്പോൾ ഐക്കയുടെ കാര്യം, ഞാൻ മുന്നേയും ഐക്കയുടെ ഒരു വ്ളോഗ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇവിടുന്ന് ഞാൻ മേടിച്ച കിച്ചണിലേക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു. അങ്ങനെ ഐക്യ എക്സ്പ്ലോർ ചെയ്ത് വരുമ്പോഴേക്കും ഞാൻ ക്ഷീണിച്ചു. ഇത്രയും കാലം നടക്കാത്ത നടത്തം മുഴുവൻ ഇന്നൊരു ദിവസം കൊണ്ട് നടന്നു. അതുകൊണ്ട് നമ്മൾ നേരെ ഫുഡ് കോർട്ടിലേക്ക് പോയി. ഇനി ലഞ്ച് കഴിച്ചിട്ടാവാൻ ബാക്കിയെന്ന് വിചാരിച്ചു. ഞാൻ ഓർഡർ ചെയ്തത് ഇന്ത്യൻ ഫുഡ് തന്നെയാണ്. ആദ്യം തന്നെ ഒരു പാനിപൂരി കഴിക്കാമെന്ന് വിചാരിച്ചു. പാനിപൂരിയൊക്കെ കഴിച്ചിട്ട് കുറേ നാളായി. പണ്ട് ബാംഗ്ലൂരിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഇങ്ങനെ സ്ട്രീറ്റിൽ ഒരു സൈക്കിളുകാരൻ പാനിപൂരി വിൽക്കുമായിരുന്നു, ഒരു സൂപ്പർ മാർക്കറ്റിൻ്റെ ഫ്രണ്ടിൽ. അവിടെ നിന്നാണ് ഫസ്റ്റ് ടൈം ഞാൻ പാനിപൂരി കഴിക്കുന്നത്. അങ്ങനെയാണ് എനിക്ക് പാനിപൂരി ഇഷ്ടമായി തുടങ്ങിയതും. പിന്നെ ഇപ്പം ഇത് കഴിച്ചിട്ട് കുറേ ആയി. അടുത്ത ഐറ്റം ചോലെ ഭട്ടൂരെ. ഇത് സത്യം പറഞ്ഞാൽ കുറച്ച് കൂടുതലായി പോയി. ഓർഡർ ചെയ്യുമ്പോൾ വിശപ്പ് കാരണം ചറപറാന്ന് ഓർഡർ ചെയ്തെങ്കിലും കഴിക്കാൻ തുടങ്ങിയപ്പോഴാണ് പാനിപൂരിയും ചോലെ ഭട്ടൂരിയും എല്ലാം കൂടെ ചെല്ലില്ല എന്ന് മനസ്സിലായത്. പിന്നെ നമ്മൾ ഫുഡൊക്കെ കഴിഞ്ഞ് ചുമ്മാ മോളിലൂടെ ഇങ്ങനെ നടക്കുന്ന സമയത്താണ് ഈ ഒരു കൗണ്ടർ ശ്രദ്ധയിൽപ്പെട്ടത്. അപ്പോൾ ഇവിടുത്തെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ഒരു സോഫ്റ്റ് സെർവ് ഉണ്ട്. അത് സെർവ് ചെയ്യുന്ന രീതിയാണ് ഇവിടുത്തെ പ്രത്യേകത. അപ്പോൾ ഇവിടെ 3 ഫ്ലേവേഴ്സ് ഉണ്ട്, വാനില, ചോക്ലേറ്റ് ആൻഡ് മിക്സ്. അപ്പോൾ നമ്മൾ മിക്സ് ആണ് സെലക്ട് ചെയ്തത്, വാനില ആൻഡ് ചോക്ലേറ്റിൻ്റെ. സെർവ് ചെയ്യുന്ന രീതിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് നിങ്ങളിപ്പോൾ ഓൾറെഡി കാണുന്നുണ്ടാവും, ഒരു കുഞ്ഞു ടെഡ്ഡി ബെയർ ആ കപ്പിനോട് ചേർന്ന് നിൽക്കുന്ന കാണുന്നുണ്ടാവും. സോ ആ ടെഡ്ഡി നമ്മുടെ കപ്പും പിടിച്ച് നിൽക്കുന്ന പോലെയാണ് അതിനെ കാണുമ്പോൾ. നമ്മൾ ചൂസ് ചെയ്തത് വാനില ആൻഡ് ചോക്ലേറ്റിൻ്റെ മിക്സ് ആണ്. നല്ല ഭംഗിയില്ലേ കാണാൻ. നമുക്കൊരു ടെഡ്ഡിക്കുട്ടനെയും കിട്ടിയിട്ടുണ്ട്. കഴിച്ചോളൂ. ഇതിനോട് ഒരു കുക്കിയും വരുന്നുണ്ട്, ഒരു കുഞ്ഞു ചോക്ലേറ്റ് കുക്കി ഉണ്ട്. കഴിച്ചോ. നമ്മുടെ സോഫ്റ്റ് ഒക്കെ പോലെ ഉണ്ട് ടേസ്റ്റ്. ഇതിന് വരുന്നത് 1580 ആണ്. ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ ഒരു സെർവിങ് സ്റ്റൈൽ തന്നെയാണ്. ഇതുപോലെ ഒരു കുഞ്ഞു ടെഡ്ഡിയും നമുക്ക് കിട്ടും. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടുമായിരിക്കും. അപ്പോൾ അത്രേ ഉള്ളൂ. അങ്ങനെ ഇതൊക്കെ കഴിച്ച് നമ്മൾ നേരെ തിരിച്ച് നമ്മുടെ വീട്ടിലേക്ക് പോയി. ഇപ്പം തന്നെ ആക്ച്വലി ഒരു 4-5 മണി ആയിട്ടുണ്ടായിരുന്നു വീട്ടിലെത്തുമ്പോഴത്തേക്കും. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇഷ്ടപ്പെട്ടോ എന്ന് എല്ലാവരും കമൻറ്റ് ചെയ്യണേ. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കണ്ട. അപ്പം നമുക്ക് വീണ്ടും വേറെ വീഡിയോ ആയിട്ട് കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ.